ഫലസ്തീന് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങൾ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് പറയണമെന്നും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ലോകത്തോട് സംസാരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗസ വിഷയത്തിലെ കരാർ വ്യവസ്ഥ അപ്പാടെ ലംഘിച്ചുകൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന ആക്രമണം ഇപ്പോഴും തുടരുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത നൂറുകണക്കിന് രാജ്യങ്ങളുണ്ട്. അവരെന്താണ് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാത്തത് എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. 2-3 നിർദ്ദേശങ്ങൾ രാഷ്ട്രപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇറാൻ നടത്തിയത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഓരോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീന് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ ദേശത്തെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. UN സഭയിൽ ഈ ബില്ല് വന്ന സമയത്ത് 140-ലധികം രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ളതും, ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, പകരം അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത്. അതിനാണ് രാഷ്ട്ര നേതാക്കന്മാർ മുന്നോട്ട് വരേണ്ടത് എന്ന് അന്ന് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും പറഞ്ഞിട്ടുണ്ട്. ചില നിലപാടുകളും സമീപനങ്ങളും ലോകം മാറി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. രാഷ്ട്രപ്രഖ്യാപനം നടന്നിരിക്കുന്നു. അത് ബ്രിട്ടൻ അടക്കം രാജ്യമായിട്ട് ഫലസ്തീൻ അംഗീകരിച്ചിരിക്കുന്നു. അതിനൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ രാഷ്ട്രത്തെ സൃഷ്ടിച്ചു കൊടുത്തത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ്റെ പിടിവാശിയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു സർവാധിപത്യമുള്ള ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും ഭീഷണിയാവുമെന്നുള്ളതും ഭീഷണിപ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് ബ്രിട്ടന് സാധിക്കുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപം കൊണ്ടത്. ആ രൂപം കൊണ്ടത് മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് അവർ പ്രഖ്യാപിക്കപ്പെട്ടതല്ല, പകരം അവർ തന്നെ പറഞ്ഞതാണ് ഞങ്ങളിതാ സ്വതന്ത്രമായിരിക്കുന്നു എന്ന തരത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ്. കാര്യം അവർ വെട്ടിപ്പിടിച്ച ഭൂമിയാണ് അവരുടെ കൈവശത്തിലുള്ളത്. അവരുടേതായിരിക്കുന്ന ഒരു തുണ്ട ഭൂമി പോലുമില്ല. അഭയം നൽകിയതാണ്. ജർമ്മനിയിൽ നിന്ന് അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ ആട്ടിത്തെളിച്ച സമയത്ത് അഭയം നൽകി അവർക്ക് ഭക്ഷണവും വസ്ത്രവും തൊഴിലും വീടും ചുറ്റുപാടും എല്ലാം നൽകിക്കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതാണ് അഭയാർത്ഥികളല്ലേ എന്ന് കരുതിയിട്ട്. പിന്നീട് എന്തായി, അവർ ഈ ഫലസ്തീൻ്റെ ഭൂപ്രദേശം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ആധിപത്യം ഉണ്ടാക്കി അവിടെ ജൂതരാഷ്ട്രം സ്ഥാപിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ 2 തരത്തിൽ ഈ വിഷയത്തെ ഈ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, രാഷ്ട്രമായി അംഗീകരിച്ചവർ രാഷ്ട്രത്തിന് അനുകൂലമായിരിക്കുന്ന സഹായങ്ങൾ നൽകണം. എന്ന് വെച്ചാൽ സൈനിക സഹായം നൽകണം എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. 2 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ആയുധപരമായിരിക്കുന്ന ഉടമ്പടിയും കരാറുണ്ടാകുന്നത് രാഷ്ട്രമാണെങ്കിൽ അതുണ്ടാവാം. അപ്പോൾ അമേരിക്ക നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ഫ്രാൻസ് നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ജർമ്മനി നിർമ്മിക്കുന്ന ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിന് അത് ആവശ്യമുണ്ടെങ്കിൽ പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ മിസൈൽ സംവിധാനം മറ്റോ എന്തോ ആവട്ടെ, കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മറ്റു രാജ്യത്തേക്ക്, ജപ്പാനാണെങ്കിൽ അവിടേക്ക് എത്തിയിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം സാമ്പത്തികപരമായിരിക്കുന്ന രൂപകാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് വസ്തുക്കൾ, അതായത് ആയുധങ്ങൾ രാജ്യത്തിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഉണ്ടാവാറുള്ളത്. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് ആയുധം നൽകിക്കൂടാ എന്നുള്ള ഇറാൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. രാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും, അത് കുടിവെള്ള പദ്ധതിയാണെങ്കിലും രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഇതിന് സമാനമായിരിക്കുന്ന ആയുധങ്ങളാണെങ്കിലും യുദ്ധക്കപ്പലുകളാണെങ്കിലും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രവും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി പ്രകാരം ഈ ആയുധ കൈമാറ്റങ്ങൾ നൽകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീനെ ഇപ്പോൾ സഹായിക്കുന്നില്ല സൈനികപരമായ രീതിയിൽ എന്ന് പറയുന്ന സമയത്ത് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു ചോദ്യമായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ ഈ രാഷ്ട്രപ്രഖ്യാപനം കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ഇറാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന പൊരുളതാണ്.
രാഷ്ട്രമല്ല വേണ്ടത്, അവർക്ക് ഭക്ഷണമാണ് വേണ്ടതെന്ന്. അതൊരു പക്ഷത്ത്. രണ്ടാമത്, വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഗസയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലാണ് അതിന് ഉച്ചകോടി ചേർന്നത്. 23 രാജ്യങ്ങൾ ഒപ്പിട്ട കരാർ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ പിന്നീട് നിലനിന്നത്. യുദ്ധവിരാമം ഉണ്ടായിരിക്കുന്നു, ഭക്ഷ്യധാന്യങ്ങൾ തടയാൻ വേണ്ടി പാടില്ല, ആവശ്യാനുസരണമുള്ള എല്ലാവിധ സഹായങ്ങളും നൽകണം, ഒരു വാഹനം പോലും റഫേഡ് അതിർത്തിയിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തികൾക്കും സൈനികപരമായിരിക്കുന്ന പ്രവർത്തനത്തിനും ഒക്കെ മറ്റു ലോക രാജ്യങ്ങൾ സഹായിക്കണം, അന്താരാഷ്ട്ര ആയുധ സംവിധാന കാര്യങ്ങൾ വേണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട്, അതായത് ഈജിപ്തിലുണ്ടായിരിക്കുന്ന 22 രാജ്യങ്ങൾ ഒപ്പിട്ട കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി ഗസ ഇസ്രായേൽ ആക്രമിക്കുന്നു, വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടവർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്, അവർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇറാൻ ചോദിക്കുന്നത്. മുൻപ് ചോദിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അതിന് രാജ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ 225 മുതൽ 250 തവണയെങ്കിലും കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. മാത്രമല്ല, ഒരു വാഹനത്തിന് നേരെ നടത്തിയ വെടിവെപ്പിൽ പോലും 11 ആളുകൾ മരണപ്പെട്ടതൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള മരണങ്ങൾ ഇസ്രായേൽ ഈ മേഖലയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട ആളുകളാണ് പ്രതികരിക്കേണ്ടത്. ഒന്നുകിൽ എന്ത് ചെയ്യണം, റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഈ ഗസക്ക് ഭക്ഷണധാന്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഈ വാഹനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കണം. അനുവാദം ചോദിച്ചിട്ടില്ലെങ്കിൽ കയ്യൂക്കോട് കൂടി അകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും സമാധാനപരമായിരിക്കുന്ന ചർച്ചകൾ നടത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ ആ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കരാറുണ്ടാക്കിയത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നാൽ അത് അംഗീകരിക്കപ്പെടുന്നവരല്ല ഇസ്രായേൽ എന്നതിനാൽ കരാർ വ്യവസ്ഥക്ക് ഇവിടെ വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല. പകരം ഈ ഒരു വിഷയമാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങൾ അറിയുക, ഗസ വിഷയം തീർന്നിട്ടില്ല, വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനയുടെ വിഷയം തീർന്നിട്ടില്ല, അവിടെയൊക്കെ വലിയ രീതിയിൽ വെടിവെപ്പുകളും മരണങ്ങളും നടക്കുന്നു, വലിയ രീതിയിൽ ആക്രമണ രീതികളൊക്കെ ഉണ്ടാകുന്നു. മാത്രവുമല്ല, പാലസ്തീനികളുടെ ഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്നു, പാലസ്തീനികളുടെ വീടുകൾ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നു, അവിടേക്ക് ജൂത സെറ്റിൽമെൻറ്റുകൾ വ്യാപകമായി തന്നെ ഉണ്ടാകുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കേണ്ടത് തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. അപ്പോൾ മുൻപ് പറയപ്പെട്ടതാണെങ്കിലും ഇപ്പോഴാണെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി 22 രാജ്യങ്ങളും മൗനത്തിലാണ്. പിന്നീട് അവരുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അവരങ്ങനെ സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ സഹായ പ്രവർത്തനങ്ങളൊന്നും നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗസയിൽ അനുവദിക്കുന്നില്ല. അവരുടെ നിയന്ത്രിത ഭൂമിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നു, എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു, വാഹനങ്ങൾ അവർ പരിശോധിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുക 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇതാണ്: ഫലസ്തീൻ സ്വതന്ത്രമാകണം. സ്വതന്ത്ര ഫലസ്തീന് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഞങ്ങളുടെ തലമുറയായിട്ട് നടത്തിയിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രം. അതിനർത്ഥം ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണം. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഫലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവർ മുന്നോട്ട് വരണം, അവർ നിലപാട് പറയണം, അവർ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം സന്ദർശിക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള അഭിപ്രായം കൂടി ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട, ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട, കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികൾക്കും പിന്നാമ്പുറം അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തി ഉണ്ട് എന്നതിനാലാണ് ഇവർക്ക് ഇത്ര ധൈര്യം കിട്ടുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷാ മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള ഹമാസിൻ്റെ ആളുകൾ ആയുധം താഴെ വെക്കണം, അല്ലെ അവർ കീഴടങ്ങണം, അല്ലെങ്കിൽ അവർ ഇല്ലാതാക്കണം. 3 നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ
ഇസ്രായേൽ തന്നെ വലിയ പ്രയാസത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് മറുപടി പറയുകയും വേണമെന്നുള്ള നിർബന്ധമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഭാവിയെപ്പോലും, അതായത് ഗസയുടെ ഭാവിയെപ്പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.